എല്ലടി മോളെ, എന്റെ നാത്തൂനായിട്ട് എന്റെ മാപ്പിൾക്ക് വിളിച്ചീന്നോ? ഞാൻ അന്ന് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിക്കണോ എന്റെ നാത്തൂന്? ഇല്ലമ്മ, ഇതുവരെ സംശയമൊന്നും ഇല്ല. ഇതുവരെ വന്നതിന്റെ ശേഷം പെണ്ണിനെ പറ്റിയിട്ടേ ചോദിച്ചിട്ട് ഇലക്ക. അല്ലെങ്കിൽ എമ്മുട്ടിനെ കൂട്ടം പറയുന്നത് തന്നെയാണ്. ഞാനും തന്നെ അറിഞ്ഞു പാവം നടിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്ത് മുട്ടി വരാഞ്ഞെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലക്ക, ഓള് വരാഞ്ഞ എന്തേന്നുള്ളത് എനിക്കറിയില്ലാന്നേ പറഞ്ഞത്. അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇജൊന്നും വിശ്വസിക്കണ്ട മോളെ. അന്റെ നാത്തൂനെ ഇങ്ങോട്ട് വരും. അന്റെ നാത്തു എന്നിട്ട് മാപ്പിളിനോടൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്റെ നെഞ്ഞത്തേക്കാവും. ഞാനും കൂടി പറഞ്ഞിട്ടാണ് ഓളന്ന് ഇവിടുന്ന് ഇറങ്ങി പോയിക്കണെന്ന് വിചാരിക്കണല്ലോ. സത്യം അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ കുറച്ച് എരും പുളിയും കൂട്ടി കൊടുത്തിട്ടേ ഞാൻ ഇന്റെ ആളെ നല്ലതിനും വേണ്ടിയിട്ടാണ് ആ പെണ്ണിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങളെ ജീവിതത്തിൽ ഓളെ അടങ്കോലും ഇടണ്ടാച്ചിട്ട് ഇക്കിപ്പോ പേടിയാവുണ്ട്. ഓൻ അറിഞ്ഞിട്ട് ലാസ്റ്റ് ഇന്റെ നെഞ്ഞത്ത് കയറുകയാണാവോ. ഇമ്മ പേടിക്കൊന്നും വേണ്ട. ഒന്നും അറിയില്ല. ആരും അറിയണേ? പിള്ളേരാരും ഒന്നും പറഞ്ഞു കൊടുക്കൂല എക്കാനോട്. പിന്നെ ആരറിയാനാ? പിന്നെ ഓളും പറയില്ലേ. ഓള് പറഞ്ഞിട്ടേ ഓൾക്കിൻ്റെ നല്ലോണം കേൾക്കുന്ന ഓൾക്ക് നല്ലോ അറിയാം. ഇന്നാള് നല്ല ഞാൻ പറഞ്ഞു കൊടുത്തിക്കണം ഓൾക്ക്. അതേത് ഓളിഞ്ഞ അങ്ങനത്തെ വക വസ്തു തന്നെ മുണ്ടൂല. പിന്നെ വരായിട്ട് ഓനോട് ഇതുവരായിട്ട് ചൂടായിട്ട് ഇയൊക്കെ ഒരു പേടിയാവുന്നുണ്ട്. ഇങ്ങളെ പേടിക്കാതിരിക്കും. മാപ്പിൾക്ക് ഭയങ്കര കാര്യമാണല്ലോ ഓളോട്. പിന്നെ ആങ്ങളും പെങ്ങളെന്ന് വെച്ചാൽ ജീവനാണ്. ഉമ്മാക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പൊ ഓരോടയിൽ ഒന്നുമല്ല. പെണ്ണ് എന്തെങ്കിലുമൊക്കെ മൂപ്പിച്ചു കൊടുക്കുന്നുണ്ടാവേ. അതാ തോന്നണേ. ഇക്ക് ഇങ്ങനെ തോന്നും, ഇക്ക ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓളെടുത്ത് പോവുക, ഓളെ കുട്ടികൾക്ക് സാധനം വാങ്ങി കൊടുക്കുക, 24 മണിക്കൂർ ഓൾക്ക് ഫോൺ വിളിക്കുക. ആങ്ങളും പെങ്ങളും കൂടി ഒരച്ച്. ഞാൻ തന്നെ കരുതും ഇവരിടയിൽ ഞാൻ എന്തിനാന്നുള്ളത്. അമ്മട്ടം കാട്ടിക്കൂട്ടലാണ്. അറിയില്ല, അനക്കൊരു കൂസലും ഇല്ല. എന്തായാലും വേണ്ടിയില്ല. വരനോട് തെച്ച് കാണാച്ചിട്ട് നിക്കല്ല. അപ്പൊ എന്താ കാട്ടല്? ഇക്കോ വന്നേ മുതൽക്ക് നെഞ്ഞത്തൊക്കെ ഒരു പെടാപാടാണ്. ഇനി എന്തെങ്കിലും ആ പെണ്ണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ? ഫോൺ വിളിക്കാൻ എപ്പോഴും 24 മണിക്കൂറും ആങ്ങളും പെങ്ങളും കൂടി ഫോൺ വിളിയല്ലേ. ഇന്നോട് ഇജ്ജന്നെ പറഞ്ഞിക്കണില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടാവോ വെച്ചിട്ട് ഒക്കെ വേജാറാവുണ്ട്. ഇമ്മ പറഞ്ഞതൊന്നും ആരും അറിയാൻ പോണില്ല. നമ്മളല്ലാതെ വേറെ ആരും അറിയാൻ പോണില്ല. നിങ്ങൾ പേടിക്കണ്ട. ഇമ്മ വയ്ക്കുന്നുണ്ട്. ആ മിറ്റൊക്കെ ഒന്ന് അടിച്ചേരി തരി. എന്നാ ശരി, ഞാൻ ആ മിറ്റ അടിച്ചു വരാം. ജേ മയത്തിലും അവനോട് പറഞ്ഞു നോക്കോണ്ടി. ഇത് പറയണ്ട. എന്തെങ്കിലും ഇങ്ങനെ കോന്റെ ഉള്ളിൽ ചൊയിന്നെടുത്ത് നോക്കോണ്ടി കേട്ടോ. ഞാൻ മിറ്റടിച്ചു വരട്ടെ പോയിട്ട്. പെണ്ണിനൊരു കൂസലും ഇയാക്കാണെങ്കിൽ നെഞ്ഞത്ത് കൂടെ ഒരു വേദനയും വരുന്നുണ്ട്. ഒരുപാട് ആലോചിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ് നാവ് തൊള്ളേക്കിട്ടിട്ടുള്ളല്ല. കുഞ്ഞോളെ ഇജ്ജല്ലേ പറഞ്ഞത് അന്റെ നാത്തു വരൂലെന്നുള്ളത്? എന്നാ കണ്ട ആ വരഞ്ഞ്. എന്ത് ഇമ്മുട്ടിയോ? ആ പെണ്ണെന്തിനാ ഇങ്ങോട്ട് വരണന്ന് വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഓള് രണ്ടും കൽപ്പിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കാണ്. റബ്ബിനറിയാം എന്തൊക്കെ അലാക്കാണ് പെണ്ണ് ഉണ്ടാക്കി വെക്കാന്നുള്ളത്. ഇതുവരെ ഒന്നും അറിയാതെ കൊണ്ടടക്കിയെന്ന് ഞാൻ. ഇമ്മുട്ടിയെ ഇജെന്താടി ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നിക്കണേ? ഇക്ക വിളിച്ചിരുന്നു രാവിലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടേ. വരാൻ പറഞ്ഞിക്കേ എന്തിന്? ജിക്കാക്കേറ്റ് അങ്ങോട്ട് വിളിച്ചിരുന്നോ? ഇക്ക എന്നിട്ട് എന്നോട് അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇക്ക അവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലോ. ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണേ? ഇക്കനോട് പറയേ ഇജൊന്നും രാവിലെ വായോന്നുള്ളത്. ഇമ്മുട്ടിയ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇജി എന്റെ കഞ്ഞിൽ പോയി വാരിയിടാൻ നിൽക്കരുത് കേട്ടാ. അനക്ക് നല്ലൊരു ജീവിതം ഉണ്ട്. ഇജി എന്റെ കഞ്ഞിൽ വെറുതെ പോയി വാരിയിടാൻ നിൽക്കരുത്. അന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ കാക്കി അഞ്ചത്തിയും കൂടി ഒരു കെട്ടും ഇന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണും പറഞ്ഞു പോകും. അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇജ് വെറുതെ വേണ്ടാത്തന്നെ കേട്ടിട്ടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം പറഞ്ഞു കൊടുക്കാം. ഓളെ വരവ് കണ്ടപ്പോ തന്നെ ഒക്കെ മനസ്സിലായിക്കണ്. ഓളെ എന്തെങ്കിലും നോണയും പിത്തനെ ഓനക്ക് ഉണ്ടായി കൊടുത്തിട്ടുള്ള വരവാണ് എന്നുള്ളത്. എന്നാലും എന്റെ കുട്ടിയെ എനിക്ക് എന്തിന്റെ കേടാണ്? അന്നൊരു ആരാന്റെ പേരെ കെട്ടിച്ചതല്ലേ. അനക്ക് അവിടെ ചോദിച്ചാനും പറയാനൊന്നും ആളില്ലേ. ഈ ഒറ്റക്ക് ഇങ്ങനെ ഇറങ്ങി വരവ് തന്നെയാണ്. ഇത് മക്കളെ അമ്മായിമാരുടെ അടുത്ത് ആക്കിയാണ്ട് ഓളിങ്ങോട്ട് വരും ഞെളിഞ്ഞിട്ട്.
ഇജ്ജ് പോനോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിക്കണത്? ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞീന്നും ഇവളങ്ങനെ പറഞ്ഞെന്നും എല്ലാതും പറഞ്ഞു കൊടുത്താ. ഒന്നല്ലേ കുട്ടി എനിക്ക് ചിന്തിച്ചൂടെ? ഈ എന്റെ ആങ്ങളുടെ ജീവിതാണെന്നുള്ളത്. അല്ല, എനിക്ക് ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് വേറെ പെണ്ണായിട്ട് കെട്ടിക്കാനുള്ള ഉദ്ദേശം ഉണ്ടാ? ഇക്ക് അതാ തോന്നുന്നത്. ഇതുവരെ ഇക്കാനോട് ഇത്താനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇനി പറഞ്ഞു കൊടുക്കൂല്ല. ഇക്ക് അതിന്റെ ആവശ്യമില്ല. ഇങ്ങളെ കഞ്ഞിൽ പോയി വാരിട്ടെ എനിക്ക് എന്ത് കിട്ടാനാണ്? ഇത്തപ്പോ പറഞ്ഞല്ലോ അനക്കൊരു ജീവിതം ഉണ്ട്, നല്ല സുഖത്തിലാ ജീവിക്കണെന്നുള്ളത്. ശരിയത്താ, സുഖം തന്നെയാണ്. അതുപോലെ ഇത്താക്ക് എന്താക്കാനെ കൊണ്ട് സുഖക്കേട് എന്തെങ്കിലും കേടുണ്ടാ? ഇജി അന്ന് കാനെ കൊണ്ടുവരാൻ വന്നിട്ട് പിന്നെ ഇജ് കൊണ്ടുവരാൻ വരാതിരുന്നപ്പോ തന്നെ എന്നോട് കാക്ക ചോദിച്ചിക്കണേ എന്താ ഓള് വരാഞ്ഞെന്നുള്ളത്. ഞാൻ അറിയില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ പറഞ്ഞാൽ മതി ഇജി, അല്ലാതെ ഇജ് ഇവിടെ വന്ന് പോയിക്കാണെന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇമ്മ അങ്ങനെ പറഞ്ഞിക്കണേ ഞാൻ ഇങ്ങനെ പറഞ്ഞിക്കണമെന്നും പറയാൻ നിൽക്കരുതേ. അള്ളാനെ വിചാരിച്ചിട്ട് എന്റെ കാലുവാണെങ്കിൽ ഞാൻ പൊടിക്കാം. ഇപ്പൊ ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കാണ്. അത് ഇജ് കെടുത്താൻ നിൽക്കരുത്. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ ഉള്ളതാണ് ഞങ്ങളെ ജീവിതത്തിൽ ഒരു ഇതുണ്ടാക്കല്. അത് ഇജ് ഉണ്ടാക്കാൻ നിൽക്കരുതേ. എന്തിനാ അത്തങ്ങൾ ഇങ്ങനെ ഇല്ലാത്തത് ഊഹിച്ചും മോയിച്ചും ഇങ്ങനെ പറയാൻ നിൽക്കണം? നിങ്ങളമ്മയും കൂടി ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇക്ക അങ്ങനെ ഇക്കാനോട് പറയണമെന്നുണ്ടെങ്കിൽ എന്നോ ആവായിന്ന്. ഇക്ക ഗൾഫിൽ നിൽക്കുന്ന ടൈമിൽ ആവായിന്ന്. എനിക്ക് അയക്കണ പൈസ ഒക്കെ ഇത്ത എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് തന്നിക്കണെന്ന് ഇത്തക്കാനോട് പറയും. ഇക്കനോട് ചോദിക്കുമ്പോ ഞാൻ എന്താ പറച്ചില്, ഇക്ക തന്നിക്കണ ഇത്താന്ന്. ഹലോ, ഇക്ക എന്നോ പറയുന്നു ഇത്ത എനിക്ക് തന്നിട്ടില്ലക്ക. ഇത്ത വെറുതെ പറയാണ്. നിന്ന വരെ ഇട്ട് പറഞ്ഞിട്ടില്ല. കേട്ടില്ല മോള് പറഞ്ഞത്? ഞമ്മള് പറഞ്ഞായിപ്പോ ഓള് പറഞ്ഞതൊന്നുമില്ല. ഇപ്പൊ ഞമ്മളെ നെഞ്ഞത്തുക്കായി ഇതന്നെ. ഇത് പറയാനേ ഓൾ ഓളക്കാനെ വിളിച്ചതാവും. ഇക്കറിയോടി എന്റെ സ്വഭാവം. ഇജേ കുടുംബം കലക്കാനായി നടക്കണ്. ഇജ് അവന്റെ ഒക്കെ വിളിക്കുമ്പോതിന് എന്തിനാടി ഇങ്ങോട്ട് കെട്ട് വന്നിക്കണേ? എനിക്കൊരു പാത്രം അവിടെ ഇരുന്നാ പോരായിന. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ മോളെ, അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്ന് എനിക്ക് നല്ല അറിയാം. എന്റെ നാത്തൂനെ കുടിച്ചണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല, അതാണ് യാതി. കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റായി? ഞാൻ അതൊപ്പം വന്നതൊക്ക ഞാൻ വെറുതെ ഓൾ എന്താ മുണ്ടാതെ വന്നെന്ന് ചോദിച്ചേന്ന്. വേറൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. മതി, എല്ലതും മനസ്സിലായിക്കണ്. എല്ലതും മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ ഓളെ കൊണ്ട് വിളിച്ചെത്തിക്കുന്നത്. ഇക്ക നിങ്ങളെ പെങ്ങളെ ഇല്ലാത്ത നോണിയും കണിയും കേട്ടുങ്ങാണ്ടേ ഇന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. ഞാൻ ഒന്നും നിങ്ങളെ പെങ്ങളെ പറച്ചിലില്ല. നിങ്ങളെ പെങ്ങളോട് ഞങ്ങളെ കൊണ്ടുവരാൻ വരണ്ടാന്നും പറഞ്ഞിട്ടില്ല. ഇക്ക ആരും ഒരാളും പറഞ്ഞതല്ല. ഇമ്മാന്റെ മോളെ തരികടെ ഞാൻ മനസ്സിലാക്കിയിരിക്കണ്. ഓ, അപ്പോ ഇതിന് പെങ്ങളെ അങ്ങോട്ട് വിളിച്ചറിഞ്ഞില്ലേ? ഞങ്ങക്ക് ഇജ് ആള് തിരക്കടില്ലടി. ഇജ് അപ്പോതിന് എന്റെ കാക്ക് വിളിച്ചറിഞ്ഞില്ലേ? എന്നിട്ട് ഇജ് എന്തിനോട് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ലാന്ന്. ഇജ് ആള് തിരക്കടില്ലല്ല. ഓളന്ന് ഇവിടെ വന്നോന്നും പിന്നെ കൂട്ടാതെ പോയതൊക്കെ ഞാൻ അറിഞ്ഞിക്കണ്. ഇക്ക ആരും പറഞ്ഞതൊന്നല്ല. ഇക്കേ ഇവിടെ നാട്ടുകാരുണ്ട് കൊറേ. എന്താ അവരെ കണ്ണെന്താ മൂടി കെട്ടിട്ടൊന്നല്ലല്ലോ നടക്കണത്. ഇമ്മാന്റെ മോളി കളി. ഇനി മേലാൽക്ക് ഇമ്മ ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഇന്റെ പെങ്ങൾ ഇങ്ങോട്ട് കയറാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ എന്റെ അമ്മ ഇങ്ങോട്ട് കയറാൻ പാടില്ല, വർത്താനം പറയാൻ പാടില്ല, എന്റെ അടുത്ത് നിൽക്കാൻ പാടില്ല. മോളെ, ഇക്കാനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അങ്ങനൊന്നും ഇല്ലക്ക. എന്നോട് ഇത്ത നല്ല സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ഇക്കാക്ക് അങ്ങനെ ഓരോന്ന് തോന്നാണ്. അതൊക്കെ ഞാന് കൂടുതലും മുണ്ടിയുണ്ടെങ്കിലേ അന്റെ ചെള്ള ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതുവരെ എന്നെ അടിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഇജത് ചെയ്യിപ്പിക്കരുത്. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഇങ്ങനെ ആവർത്തിക്കൂലക്ക. ക്ഷമിക്കുന്നോട് ഇക്ക. അതൊന്നും വേണ്ട. ഒരു ഉമ്മിപ്പില്ലാത്ത കേട് എനിക്ക് നല്ലോ അറിയാം. ഇക്കാക്ക് അറിഞ്ഞൂടെ നമ്മളിപ്പിമ്മില്ലാത്തതിന്റെ വേദന എത്ര ഉണ്ട് എന്നുള്ളത്? ഇത്താന്റെ ഉമ്മാനോട് തീരെ വകിട്ട് കടക്കണ്ട. ഇത്താന്റെ ഉമ്മ ഇവിടുന്ന് അവിടെ പൊയ്ക്കോട്ടെ. അങ്ങനൊന്നും പറയല്ലേ ഇക്ക. വെറുതെ എന്തിനാണ് ലാസ്റ്റ് അത് എനിക്ക് കുറ്റവും. ഞാൻ പറഞ്ഞിട്ടാണ് ഇക്ക അങ്ങനെ പറഞ്ഞിക്കണെന്ന് പറയും. അത് വേണ്ട. ഇമ്മ നമ്മളെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതല്ല, എന്നിട്ട് ഉമ്മാനെ പറഞ്ഞയക്കാന്ന് വെച്ചാല് മേലാൽക്ക് ഇതുപോലൊരു സംഭവം ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. അവൾക്കുണ്ടെങ്കിൽ അനക്കുണ്ട്, അനക്കുണ്ടെങ്കിൽ അവൾക്കുണ്ട്. അല്ലാതെ ഞാനേ ഒന്ന് കുളിക്കട്ടെ. ഈ അങ്ങോട്ട് വായാത്തേക്ക്. ഞാൻ വരാം അക്ക. ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്റെ ഭാഗത്തുനിന്ന്. മുട്ടി വാടി.
ഞാൻ അറിയാതെ എന്തൊക്കെ എന്തിനെത്താ നിങ്ങൾ മാപ്പൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിയാതെ പറഞ്ഞിക്കണെന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കാൻ ഞാൻ ഇത് പൊട്ടത്തിയാണ്. അല്ലല്ല, നിങ്ങൾ എന്തെല്ലാം എന്നെ പറഞ്ഞിത്താ. ഞാനാണ് നിങ്ങളെ ജീവിതം നശിപ്പിക്കണത്. നിങ്ങളെ സന്തോഷത്തിന്റെ ഇടക്ക് ഞാൻ വരികയാണ്. ഇന്റെ എക്കാനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മിഞ്ഞാന്ന് വന്നിരുന്നത്. എന്നിട്ട് ഇത്തം എന്നോട് പറഞ്ഞത് ഞാൻ കുടുംബം കലക്കാൻ വരികയാണ്, പെട്ടി പൊളിക്കുമ്പോൾ അതിലത്തെ സാധനങ്ങൾ വാരിക്കൊണ്ടാവാൻ വേണ്ടി വരികയാണ്. ഇന്നിപ്പോ നമ്മളെ നാട്ടിലെ ഗൾഫത്തെ സാധനങ്ങൾ കിട്ടാനൊന്നും പണിയില്ല, ഒരു പണിയില്ല. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കിട്ടും. അത് ഗൾഫത്തേക്ക് തന്നെ പോകണമെന്നൊന്നും ഇല്ല. മുട്ടിയ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാടി. എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ട് ചേച്ചി പെങ്ങന്മാര് വന്നുങ്ങാണ്ട് ജീവിതം കുളം തോണ്ടുന്നുള്ളത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇന്റെയൊക്കെ എന്നോട് വെറുപ്പ് കാണിക്കോ, ഓരോ പിത്തനുണ്ടാക്കി കൊടുക്കണ്ടോന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ സംഭവിച്ചാടി. അല്ലാതെ എന്നോട് ഒരു ദേഷ്യമില്ല. കരഞ്ഞൂടെ എനിക്ക് ഇപ്പില്ല എന്നുള്ളത്. ജിന്നെങ്ങനെ കാണണമെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു തെറ്റ് പറ്റി. ജുവാ ഇമ്മ ഇത്രയും കാലമായിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം മാനെ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു വാക്ക് പയ കൊണ്ടോ ഞങ്ങളെ വിഷമിപ്പിച്ചിക്കണോ? ഇല്ലല്ല. നിങ്ങളെ മോളെ ജീവിതത്തിക്ക് ഒരു ഇടങ്കോലിടാനേ ഒരിക്കലും ഞാൻ വരൂല. അത് ഇമ്മാക്ക് നല്ലോ എന്നെ പറ്റി അറിയാം. ഒരു കാര്യത്തൊക്കെ ഞാൻ ഇടപെടാൻ വരവില്ല എന്ന് ഉമ്മാക്ക് നല്ല എന്നെ പറ്റി അറിയാം. അറിഞ്ഞിട്ട് എന്തിനമ്മ ഇന്നെങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൊത്തു നോവിച്ചിരുന്നത്? മോളെ ഇമ്മാക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ല. ഓള് പറഞ്ഞ മാതിരിക്ക് തന്നെ എല്ലാ പേരേലും പറയല്ലോ നാത്തുമാരാണ് സ്വന്തം മക്കളെ ജീവിതം നശിപ്പിക്കണെന്നുള്ളത്. അതൊക്കെ അങ്ങനൊക്കെ ചിന്തിച്ചപ്പോൾ ഓരോന്ന് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഇക്കാൻ എന്നോട് എന്ത് ദേഷ്യം വരാനാണ്? ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട. ഇങ്ങോട്ട് കേറ്. ഞാൻ പറഞ്ഞില്ലടി, ഇക്കാന്റെ പൊട്ടബുദ്ധിക്ക് ഓരോന്ന് ചെയ്തു കൂട്ടിയതാ. എന്നോട് ക്ഷമിക്കജി. ജുവാ ഞാൻ വരാം. ഇക്കാന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. സമാധാനായി. ഇനിയില്ല, ഓരോ ജീവിതമായി ഓരോ പാടായി. എന്റെ പൊന്നോ, ഒന്നുക്കും ഞാൻ ഇടപെടൂല. മനുഷ്യന്റെ പാതി ജീവൻ അങ്ങോട്ട് പോയി. ആ ചെക്ക അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിന്റെ ലേശം ചായ വേണ്ടാക്കി കൊടുക്കാൻ നോക്ക് പെണ്ണെ. ഞാൻ അതിനെ വെറുപ്പിക്കാൻ നിക്കണ്ട ചി.